ഓണം വീടുകളിലേക്ക് ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരുമ്പോൾ സ്വന്തം വീടെന്ന സ്വപ്നം മാത്രം ബാക്കിയാക്കി 7 വർഷമായി കാത്തിരിക്കുകയാണ് അഞ്ചുമൂർത്തിമംഗലം കുന്നേക്കാട് സ്വദേശിയായ 63കാരി അമ്മു. 2019 പ്രളയത്തിൽ വീട് പൂർണ്ണമായി തകർന്നതോടെ തുടങ്ങിയ ദുരിത ജീവിതത്തിന് ഇന്നും അറുതിയായിട്ടില്ല. സർക്കാരിന്റെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അധികൃതരുടെ വാതിലുകൾ പലതവണ മുട്ടിയെങ്കിലും അടച്ചുറപ്പുള്ള ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായില്ല. പരേതരായ ചെല്ലൻ രഘു ദമ്പതികളുടെ മകളാണ് അമ്മു. 2019 പ്രളയത്തിൽ മംഗലം പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിരുന്ന ഇവരുടെ വീട് പൂർണ്ണമായി തകർന്നത്. ദുരന്തത്തിന് പിന്നാലെ വില്ലേജ് പഞ്ചായത്ത് അധികൃതരും ദുരിതാശ്വാസ പ്രവർത്തകരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പരിശോധനകൾക്ക് ശേഷം പ്രതീക്ഷിച്ചിരുന്ന സഹായം ലഭിച്ചില്ല. വീട് നഷ്ടപ്പെട്ടതോടെ സ്വന്തം നിലയിൽ ജീവിതം പുനർനിർമ്മിക്കാനുള്ള ശ്രമം അമ്മു ഉപേക്ഷിച്ചില്ല. സ്വന്തമായി അധ്വാനിച്ച് വീടിനായി ഒരു തറ നിർമ്മിച്ചു. തറയെങ്കിലും പണിതുയർത്തിയാൽ പിന്നീട് ചെറിയൊരു വീട് നിർമ്മിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ വയോധിക. എന്നാൽ വിധി വീണ്ടും തടസ്സമായി. ഗുരുതരമായ രോഗങ്ങൾ പിടിപെട്ടതോടെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലായി. ഇപ്പോൾ ചികിത്സയും മരുന്നും അമ്മുവിന്റെ ജീവിതത്തിലെ വലിയ സാമ്പത്തിക ബാധ്യതയാണ്. മാസം തോറും മരുന്നിനായി മാത്രം ഏകദേശം 2000 രൂപ ചെലവാകുന്നു. സ്ഥിരവരുമാനമില്ലാത്ത സാഹചര്യത്തിൽ ഈ തുക കണ്ടെത്തുന്നത് പോലും ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇരിക്കാൻ ചെറുതായിട്ടൊരു വീട് വെച്ച് കിട്ടിയ എനിക്ക് വളരെ ഉപകാരമായി. എനിക്ക് അത്രയേ വേണ്ടു. മാസം ആസ്പത്രിയിലേക്കും പോകണം. ഇത്ര ഉറുപ്പ്യ എനിക്ക് മരുന്നിനും വരുന്നുണ്ട്. എനിക്കാകുന്നത് ഒരു വീടാണ് ഇപ്പം എനിക്ക് വേണ്ടത്. അത് ചെയ്തു തന്നാൽ എനിക്ക് വളരെ ഒരു ഉപകാരമായി. ഒരു നെടുമ്പരിയാണ് ഉണ്ടായിരുന്നത്, അത് വെള്ളം വന്ന് അത് വീഴുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞെല്ലാം ഒരു തറ കെട്ടിയും കൊണ്ട് ഇട്ടതാണ്. ആ തറ കെട്ടിയിട്ട് പിന്നെ ഇപ്പോൾ ആൾക്കും ഇങ്ങനെ വയ്യാന്ന് ആയപ്പോൾ പിന്നെ കയ്യിൽ പൈസയും ഇല്ല. അപ്പോൾ അത് കാരണം അത് അവിടെ ഇട്ടു. ആകുന്നത് ഇപ്പോൾ ഒരു വീട് വെച്ച് കിട്ടിയ ഒരു ഉപകാരമായി എനിക്ക്. ഈ മാസം ഈ മരുന്നിനും വേണം. പോരാത്തത് എന്താ ഇപ്പോൾ ആട് ഇപ്പോൾ ഒരു 5-6 ഇപ്പോൾ അവനും തരുമോ കൊണ്ടാണ് ഇപ്പോൾ അത് അങ്ങനെ ആ ലെവലിൽ പോകണത്. പോരാത്ത പൈസ അവരും വല്ലതുമൊക്കെ തരും. പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം പഴയതുപോലെ അധ്വാനിച്ച് വരുമാനം കണ്ടെത്താനും കഴിയുന്നില്ല. നിലവിൽ സഹോദരൻ രാമന്റെയും കുടുംബത്തിന്റെയും തണലിലാണ് അമ്മു കഴിയുന്നത്. രാവിലെ മുതൽ ആടുകളെ മേയിച്ചു കിട്ടുന്ന തുച്ഛമായ തുകയാണ് സ്വന്തം ആവശ്യങ്ങൾക്കായി ആശ്രയിക്കാവുന്ന ഏക വരുമാനം. 2019 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട നിരവധി കുടുംബങ്ങൾ പിന്നീട് സർക്കാർ സഹായങ്ങളിലൂടെയും വിവിധ പദ്ധതികളിലൂടെയും പുനരധിവസിക്കപ്പെട്ടു. എന്നാൽ അമ്മുവിന്റെ കാര്യത്തിൽ ആ സഹായം ഇന്നും അകലെയാണ്. ഓണത്തിന്റെ സന്ദേശം പങ്കുവയ്ക്കുന്നത് ഒരുമയുടെയും കരുതലിന്റെയും നന്മയുടെയും കൂടിയാണ്. ആ നന്മയുടെ കരങ്ങൾ തനിക്ക് നേരെയും നീളുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അമ്മു. സർക്കാരിന്റെ അടിയന്തര ഇടപെടലിനൊപ്പം സുമനസ്സുകളുടെയും സഹായം ലഭിച്ചാൽ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന വീടെന്ന സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. താൻ പണിതുയർത്തിയ തറയിൽ ഒരു കൊച്ചു വീടിന്റെ വാതിൽ തുറക്കാനായാൽ അമ്മുവിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഓണസമ്മാനമാവും അത്. UTV ന്യൂസ്, പാലക്കാട്.